അയോധ്യയിലെ കൊള്ളയിൽ RSSന്റെ മാപ്പ് പറയൽ വിചിത്രമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കട്ടവന്മാർ തന്നെ മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരുമോ എന്നും വേണുഗോപാൽ ചോദിച്ചു. സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും വേണുഗോപാൽ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ നടന്നത് വലിയ കൊള്ളയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് അവിടെ നടന്നത്. പാവപ്പെട്ട വിശ്വാസികൾ തങ്ങളുടെ കാണിക്കയായി നൽകിയ പണവും സ്വർണവുമാണ് ഇവർ മോഷ്ടിച്ചത്. ഈ വിഷയത്തിൽ RSS പ്രകടിപ്പിച്ച ഖേദം വിചിത്രമാണ്. മോഷണം നടത്തിയിട്ട് ഒരു കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ മതിയോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് RSS ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഖേദമുണ്ടെന്ന്. ഇത് മോഷണം നടത്തിക്കഴിഞ്ഞിട്ട് കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ തീരും? അത് സ്വർണവും പണവും മോഷ്ടിച്ച അമ്പലത്തിൽ സ്വർണവും പണവും മോഷ്ടിച്ച മോഷ്ടാക്കൾ തന്നെ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ? ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമല്ലേ? അയോധ്യയിൽ മാത്രമല്ല, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഹിന്ദുക്കളുടെ പവിത്രമായ ആരാധനാലയങ്ങളെയും കൊള്ളയടിക്കാനാണ് ഉപയോഗിക്കുന്നത്. സംഘപരിവാറിന് ദൈവം എന്നത് വിശ്വാസത്തിന്റെ അടയാളമല്ല, മറിച്ച് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാനും മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമുള്ള ഉപകരണം മാത്രമാണെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. അയോധ്യയുടെ പേരിൽ ഈ നാട്ടിൽ 40-40 വർഷക്കാലമായിട്ട് അവർ നടത്തുന്ന പ്രചരണം എന്തായിരുന്നു? ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഈ വിശ്വാസത്തിനെതിരായിട്ടാണ് അവർ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. അയോധ്യയിൽ മാത്രമല്ല, ബദ്രിനാഥിൽ, കേദാർനാഥിൽ ഹിന്ദു സമൂഹം വിശ്വസിക്കുന്ന ഏറ്റവും മഹത്തരമായ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കാനായിട്ട് BJPയും സംഘപരിവാറും ഉപയോഗിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഇതുതന്നെയാണെന്നും CBI, ED, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്ത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ തകർക്കാനും പിളർത്താനും മോദിയും അമിത്ഷായും ശ്രമിക്കുകയാണെന്നും ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തേണ്ടതുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണം വേണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.